ഋഷഭന്റെ പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മൂത്തവനായിട്ടുള്ള ഭരതൻ. ആ ഭരതന് നാട് എല്ലാം ഭരിച്ച് ധർമ്മത്തോടുകൂടി പരിപാലിച്ചതിന് ശേഷം വാനപ്രസ്ഥനായി പോയി. അങ്ങനെ വേണം. ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ പിന്നെ എന്തിനു പോകണം? വാനപ്രസ്ഥത്തിന് പോകണം. എത്രാമത്തെ വയസ്സിലെ വാനപ്രസ്ഥത്തിന് പോകണ്ടേ? 60 കഴിഞ്ഞാൽ വാനപ്രസ്ഥനായിട്ട് പോകണം. അത് കഴിഞ്ഞാൽ പിള്ളേരുടെ കിടന്ന് അവിടെ ഇവിടെ വട്ടം ചുറ്റാനൊന്നും നിൽക്കരുത്. അതുകൊണ്ട് അവസാനം മരുന്നുമക്കളെടുത്തിട്ട് കുത്തുന്നേ, മനസ്സിലായില്ലേ? മരുന്നുമക്കളുടെ കുത്ത് കൊള്ളാതിരിക്കണമെങ്കിൽ 60 കഴിയുമ്പം പൊക്കോണം. ഇപ്പൊ വാനപ്രസ്ഥത്തിന് പോകാത്തതുകൊണ്ടാണ് വൃദ്ധസാരത്തിൽ കൊണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നേരത്തെ കാലത്തെ വാനപ്രസ്ഥത്തിനൊക്കെ പൊക്കോണം. എന്തിനാ വാനപ്രസ്ഥത്തിന് പോകുന്നത്? ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് സംന്യാസത്തിലേക്ക് കിടക്കുക, സമ്യക്കായിട്ട് നസിക്കുക. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ 4 ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകണമെന്നാ. ഏതൊക്കെയാ 4 ആശ്രമം? ശ്രീരാമകൃഷ്ണാശ്രമം, അമൃതാനന്ദമയ്യയുടെ ആശ്രമം ആണോ? 4 ആശ്രമത്തിൽ കൂടെ പോയാൽ മതിയല്ലോ. അതാണോ? അല്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിനാ ഷഷ്ട്യബ്ദ പൂർത്തി കഴിയുമ്പം മക്കൾ പണ്ട് കാലത്ത് 2 സാധനം അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കൊടുക്കും. എന്തോന്നാ? രുദ്രാക്ഷമാലയും ഭസ്മോ. ആ ഭസ്മമൊക്കെ തൊട്ട് അവിടെ അടുത്ത് കുത്തിരുന്ന് നമശിവായ ജപിച്ച് ജീവിതം കഴിച്ചോണം. ഇനി ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടും ഇടപെടാൻ പോകരുത്. കൊച്ചുമക്കളെ നന്നാക്കാൻ നോക്കിയാൽ നമ്മൾ അവരെ നന്നാക്കുന്നതല്ല, അവർ നമ്മളെ നന്നാക്കാൻ നോക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത്. മക്കൾ കുടുംബജീവിതം നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഭിപ്രായം ഒന്നും പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാൻ പോകരുത്. ഇന്നത്തെ കാലത്ത് ഒട്ടും പോകരുത്. അതൊക്കെ പിന്നീട് ജീവിതത്തിൽ എന്തായിട്ട് വരും? നമുക്ക് ദോഷമായിട്ട് വരും. എന്താ പറയടാൻ ഇപ്പോഴും പാനകത്തിനുള്ള ഇവിടുത്തെ സേവ ചെയ്യുന്ന അമ്മമാരാ പാനകത്തിന് എഴുതി കൊടുക്കുന്നത്. കേൾക്കാൻ വരുന്നവരാ ഞാൻ ഇരിക്കത്തേ ഉള്ളൂ, ഒരെണ്ണം എഴുതത്തില്ല. അപ്പോ അങ്ങനെ വാനപ്രസ്ഥനായിട്ട് പോയി. വനത്തിൽ കഴിയുന്ന കാലത്ത് കർമ്മബന്ധം വിട്ടുപോകാഞ്ഞത് കൊണ്ട് ഒരു മാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ യാദൃശികമായിട്ടൊരു മാൻകുട്ടിയെ കിട്ടി. ആ മാൻകുട്ടിയെ വളർത്തി 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 എന്തായി? മാനുമായിട്ട് സംഘമുണ്ടായി. അതുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ആര്? ഭരതൻ. ഏതൊരു ലക്ഷ്യത്തിലാണോ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കണം. പക്ഷെ നമ്മളൊക്കെ ലക്ഷ്യത്തിൽ നിന്ന് തിരിഞ്ഞു പോയവരാ. അപ്പൊ അങ്ങനെയുള്ള ഭരതന് സമയമായപ്പോ, ദേഹത്തുനിന്ന് ദേഹി വിട്ടുപോവാനുള്ള സമയമായപ്പോ ഈ മാനിനെ നോക്കി ഇങ്ങനെ കിടന്ന് 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 ദേഹത്തു നിന്ന് ദേഹി പോയത് കൊണ്ട് അടുത്ത ജന്മം മാനായിട്ട് പറഞ്ഞു. ഏതൊന്നിനെ നനച്ചുകൊണ്ടാണോ ദേഹത്തു നിന്ന് ദേഹി പോണത് അതായി തീരും അടുത്ത ജന്മം. പിടികിട്ടിയാവോ? കൊണ്ട് ഈ ജന്മത്ത് ആരെ നനച്ചുകൊണ്ടാണോ ദേഹത്തുനിന്ന് ദേഹി പോണത് അതായി തീരും അടുത്ത ജന്മം. മുൻ ജന്മത്തിൽ നിങ്ങളൊക്കെ പുരുഷന്മാരായിരുന്നു. ഭാര്യയെക്കുറിച്ച് ആലോചിച്ചു പോയതുകൊണ്ട് നിങ്ങൾ ആരായി? ഭാര്യമാരായി. ഞങ്ങളൊക്കെ സ്ത്രീകളായിരുന്നു. അല്ല, ഞങ്ങളൊക്കെ സ്ത്രീകളായിരുന്നു. അപ്പോ ആ സ്ത്രീകളായിരുന്നത് കൊണ്ട് തന്നെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചപ്പോ അങ്ങനെ ജീവൻ പോയോണ്ട് ഞങ്ങൾ ആരായി? ഭർത്താക്കന്മാരുമായി. അപ്പൊ ഏതൊന്നിനെ നനച്ചുകൊണ്ടാണോ ഈ ദേഹത്തു നിന്ന് ദേഹി പോണത് അതായി തീരും അടുത്ത ജന്മം. അപ്പൊ അതുകൊണ്ട് ഈ ജന്മം കിട്ടിയപ്പോ ആരെ നനച്ചു പോണം? നാരായണനെ നനച്ചു പോണം. അപ്പുറത്തെ അല്ല, നാരായണനെ നനച്ചുകൊണ്ട് പോകണം. പക്ഷെ നമ്മളാരെങ്കിലും നനയ്ക്കുമോ നാരായണനെ? ഉണ്ടോ? നമ്മൾ നാരായണനെ ഒന്നും നനച്ച് അങ്ങനെ പോകാൻ പറ്റത്തില്ല. എന്താ കാരണം? നമ്മൾ ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ആസക്തി കൊണ്ട് നമുക്ക് നാരായണനെ സ്മരിക്കണേ വലിയ പാടാ.
അപ്പോൾ ഈശ്വരീയമായ ചിന്തകള് നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ഊട്ടി ഉറപ്പിക്കുന്നുവോ അത്രമാത്രം ഈ ദേഹത്ത് ദേഹി വിട്ടു പോകുമ്പോൾ ആരെ സ്മരിച്ചു പോകാം? ഈശ്വരനെ സ്മരിച്ച് പോകാൻ കഴിയും. അടുത്ത സ്കന്ധത്തില് അജാമിളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നാരായണാന്ന് നീട്ടി തന്റെ മകനെ വിളിച്ചപ്പോ മകൻ വിളി കേട്ടില്ല. പക്ഷെ ആര് വിളി കേട്ടു? നാരായണ വിളി കേട്ടു. പലരുടെയും ഒരു ചോദ്യമാണ്, സ്വാമി അജാമിളൻ അങ്ങനെ മോക്ഷം കിട്ടിയില്ലേ, പിന്നെ നമുക്കും അന്നേരം കിടക്കുമ്പം വിളിച്ചാ പോരെ? ഈ കിടക്കുമ്പം വിളിക്കണമെങ്കിൽ നടക്കുമ്പോ വിളിച്ച് ശീലമുണ്ടാവണം ഇല്ലേ? കിടക്കുമ്പോ എന്തു പറ്റും? ഊർധ്വം വലിക്കാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ മരിക്കണത്? നല്ല രസമാണ് അല്ലേ? ഊർധ്വം വലിക്കാൻ തുടങ്ങും. ഇവിടെ അങ്ങോട്ട് കഫം കെട്ടിയിട്ട് കൊറന്ന് വെക്കും. അന്നേരം അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യും? ഒരു വലി വലിക്കും. അപ്പൊ നാരായണന്ന് വിളിക്കോ? വലിക്കാൻ പോവോ? എന്തിനു പോവും? നാവൊന്നും പൊങ്ങൽ. ഇനി സൂപ്പർ, ഇപ്പൊ നമ്മുടെ എല്ലാം മരണം കാശ് കൊടുത്ത് നമ്മൾ മരിക്കുക. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. അവര് നിന്നെ പിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞ സ്ഥലത്താക്കും അല്ലേ? നിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആശുപത്രിയിൽ. ഇവിടെ ICU അല്ലേ? അവിടെ കൊണ്ട് കയറ്റിയാൽ എന്താ ഗുണം? എത്ര ദ്വാരമുണ്ടോ അത്രയും ദ്വാരത്തിൽ ഓരോ കുഴൽ അവർ കുത്തി കയറ്റും അല്ലേ? എന്നിട്ടോ നാവ് പോലും അനക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി അവിടെ ഇടും. നാരായണന്ന് വിളിക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ കിടക്കുമ്പോ ഇല്ല. അന്നേരം നാരായണന്ന് വിളിക്കണം ഉണ്ടെങ്കിൽ എന്ത് വേണം? ബോധമുള്ള കാലത്ത് നാരായണനെ സ്മരിച്ച് ജീവിക്കണം. അപ്പൊ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ആരെ കണ്ടുണരണം? നാരായണനെ കണ്ടുണരണം. കിടക്കുമ്പോ ആരെ കണ്ട് കിടക്കണം? നാരായണിയെ കണ്ട് കിടക്കണം. എഴുന്നേക്കുമ്പോ നാരായണനെ കാണണം, കിടക്കുമ്പോ ആരെ കാണണം? നാരായണിയെ കാണണം. ഭഗവാന്റെ ഒരു രൂപം എപ്പോഴും നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഇട്ടേക്കുക. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ആ രൂപം കണ്ടുപോകാൻ. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? കിടക്കുന്ന മുറിയില് ഉണ്ടോ? അയ്യോ അങ്ങനെയൊക്കെ ഇട്ടാൽ കുഴപ്പമില്ലേ? എന്താ ഭഗവാനെ അങ്ങനെയൊക്കെ നമ്മളെ ഭാര്യയും ഭർത്താവും കൂടെ ഒക്കെ കിടക്കുന്ന മുറി കൊണ്ട് ഇടാവോ? ഭഗവാൻ കാണത്തില്ലേ? ഇല്ലേ? നമുക്ക് ആശങ്കയാ. ഭഗവാൻ ഇല്ലാത്ത ഒരിടം ഉണ്ടോ? ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചു തരാമോ? ഉണ്ടോ? ഭഗവാൻ അറിയാൻ വയ്യാത്തത് വല്ലതും ഉണ്ടോ? നമ്മളെക്കാൾ ഇല്ലനാ അങ്ങേര് ഇല്ലേ? അപ്പൊ പിന്നെ ഭഗവാനെ മറച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ? മറ്റുള്ളവരെ നമുക്ക് മറയ്ക്കാം, പക്ഷെ ഭഗവാനെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഭഗവാന്റെ എന്തെങ്കിലും ഒരു രൂപം നമ്മൾക്ക് കണ്ണിൽ തുറന്നാൽ കാണുന്ന വിധത്തില് കൊണ്ടിട്ടേക്കണം. അതിന് ഈ സ്വാമി ഗുരുവായൂരപ്പനെ മാത്രമേ ഇടാവോ? അല്ല, ആരേ വേണേലും ഇടാം. ഭദ്രകാളിയെ ഇടാമോ? ഇടാം. പക്ഷെ രൗദ്രഭാവത്തിലുള്ളത് വേണ്ട. എന്താ കാരണം? രൗദ്രഭാവത്തിൽ നമ്മളവിടെ ഉണ്ടല്ലോ. പിന്നെ രൗദ്രഭാവത്തിലുള്ള ഫോട്ടോ തൂക്കേണ്ട കാര്യമുണ്ടോ? ശാന്ത സ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളിയെ കൊണ്ട് തൂക്കിയിടണം. കാരണം അമ്മയെ പോലെ എന്താ പറയാ, ശാന്തനം അരുളാൻ കഴിയുന്ന ഒരു ദേവീഭാവം വേറെ ഇല്ലാത്തതുകൊണ്ട് ഭദ്രകാളിയുടെ രൂപം വേണമെങ്കിലും കൊണ്ടിടാം. അപ്പോ അങ്ങനെ ഏതൊന്നിനെ നനച്ചുകൊണ്ടാണോ ദേഹത്തുനിന്ന് ദേഹി പോണത് അതായി തീരും അടുത്ത ജന്മം എന്നതുകൊണ്ട് ഈ ജന്മത്ത് ഈശ്വര സ്മരണയോടുകൂടി പോകാൻ നമുക്ക് കഴിയണം. അതിന് ബോധമുള്ള കാലത്ത് എന്ത് വേണം? ഈശ്വരനെ സ്മരിക്കണം. അല്ലാതെ അവസാനം പോകാൻ നേരം നാരായണ എന്ന് വിളിക്കാൻ നാവൊന്നും പൊങ്ങിയെന്ന് വരില്ല. അജാമിളനെ വിളിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? അജാമിളൻ കുട്ടിക്കാലം മുതലേ നാരായണനെ സ്മരിച്ച് ജീവിച്ചത് കൊണ്ടും ആ ജീവിത രീതി ആ നിലയ്ക്ക് ഈശ്വരീയമായ രീതിയിലായതുകൊണ്ടും ആ നാരായണ എന്ന് അവസാനം വിളിക്കാൻ പറ്റില്ല. അല്ലേ വിളിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു കാല് തട്ടിയാൽ നമ്മൾ ആദ്യം ആരെ വിളിക്കും? അയ്യോ എന്ന് വിളിക്കും. ഈ അയ്യോനാരാ? ആ കാലനാ. അങ്ങനെ ആദ്യം നമ്മൾ വിളിക്കുക ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ ഈ നാവിൽ എപ്പോഴും എന്ത് വിളങ്ങണം? നാരായണ നാമം വിളങ്ങണം. നാരായണ നാമം നിരന്തരമായി ജപിക്കുന്നവൻ എന്തില്ല?
വിശപ്പും ദാഹവും ഉണ്ടാവില്ല. പിന്നെയോ നാണം ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ അതാവണം. ഞങ്ങൾക്ക് ഒരു നാണവും ഇല്ല. എന്താ കാരണം? നാരായണ എന്ന് വിളിച്ച് അടക്കണം. ആര് ചീത്ത വിളിച്ചാലും ചിരിക്കും, നല്ലത് പറഞ്ഞാലും ചിരിക്കും, എന്തോ പറഞ്ഞാലും കേട്ടേച്ച് ചിരിക്കും. കാരണം ഒരു നാണവും ഇല്ല. നാണം കെടും പശു കെടും എന്നാണ്. നാണവും പോവും, വിശപ്പും പോവും. നാരായണ നാമം നിരന്തരം ജപിച്ചു നോക്കൂ. നാരായണനെ ഭജിക്കുന്നവർക്കൊന്നും ഒരു നാണവും തോന്നില്ല. ഭഗവാന്റെ മുമ്പിൽ എങ്ങനെ വേണമെങ്കിലും പോയി എന്തെല്ലാം വേണേലും പറയാനൊരു ഭയവും ഉണ്ടാവില്ല. 4 ചീത്ത വിളിക്കണം തോന്നിയാലും ആരെ വിളിക്കാം? ഭഗവാനെ വിളിക്കാം. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പൂജാമുറി അടച്ചിട്ടേച്ച് വിളിക്കും. ഞാൻ ഇത്രയും കാലത്തിനവിടെ ഒരു 3 പ്രാവശ്യമേ വിളിച്ചുള്ളൂ. അത്ര ഗതികെട്ടാലേ ഞാൻ ചീത്ത വിളിക്കാറുള്ളൂ. അല്ലേ മര്യാദയ്ക്ക് പറയും, ചെറുക്ക ഇങ്ങനെയൊക്കെയാ കാര്യങ്ങളെന്ന്. കേൾക്കാതെ വരുമ്പം ചീത്ത വിളിക്കും. അത് വിളിക്കാൻ പറ്റണം നമുക്ക്. ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റണം ഭഗവാന്. അതുപോലെ പ്രേമത്തോടു കൂടി പിടിച്ചടക്കാനും കഴിയണം ഭഗവാൻ. ഇപ്പൊ ഒരാളെ ഒരു വഴക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ ചീത്ത വിളിക്കണമെങ്കിൽ ആ ആളുമായിട്ട് എങ്ങനെയായിരിക്കണം? അത്ര ഇഴുകി. ഇപ്പൊ എന്റെ പിള്ളേരെ തല്ലുന്ന പോലെ വേറെ വല്ലവരുടെ പിള്ളേരെ തള്ളാൻ പറ്റുമോ? എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് ഇടിക്കും, ഇല്ലേ? ഇപ്പൊ എന്റെ മക്കളെ തല്ലാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? എന്റേതെന്നൊരു ആത്മബോധം എനിക്കുള്ളത് കൊണ്ടാ. അപ്പൊ ഇതുപോലെ ഭഗവാനെ നമുക്ക് എന്റേതാക്കി വെക്കാനായിട്ട് എന്നിൽ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഞാനിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഭാവത്തിലേക്ക് ഭഗവാനെ ചേർന്ന് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് വഴക്ക് പറയാൻ പറ്റൂ. അല്ലെ സ്നേഹത്തോടെ തലോടാൻ പറ്റൂ. അല്ലെ നമ്മിലേക്ക് ചേർന്ന് നിർത്താൻ പറ്റൂ. അത് എന്റേതായിട്ട് തീർന്നു കഴിയുമ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭഗവാൻ ആ തരത്തിലേക്ക് നമ്മളിലേക്ക് വരണമെങ്കിൽ ഭഗവാനെ അതുപോലെ പ്രേമത്തോടുകൂടി വിളിക്കണം. കാര്യം കാണാൻ വിളിക്കരുത്. ആരെങ്കിലും ഇന്ന് വരെ ഇവിടെ വന്നത് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണ നീ എന്റെ കൂടെ പോരെന്ന് ഉണ്ടോ? നമ്മള് പറയൂല. എങ്ങാനും ഇറങ്ങി വന്നാ എന്തോ ഈ സ്വാമി എവിടെ കൊണ്ട് ഇരുത്താൻ ഇടം വേണ്ടേ? വീട്ടിൽ എത്ര ഉണ്ട്? ബെഡ്റൂം 4, ബാത്റൂമോ 8, പൂജാ റൂമോ പിന്നെ ആകപ്പാടേക്കൊരു സ്ഥലമുള്ള സ്റ്റെയർ കേസിന്റെ കീഴില്ല. അവിടെ എല്ലാം വേസ്റ്റ് കൊണ്ടിട്ടേക്കുക. പിന്നെ എങ്ങനെ പോകുമ്പോ പറയണം കിട്ടാ നീ എന്റെ കൂടെ പോരാന്ന്. ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ കൂടെ വരും. ഞാൻ കിട്ടനെ അങ്ങനെ അധികം വിളിച്ചോണ്ട് പോവാറില്ല. വേറെ 2 പേരെയാണ് വിളിച്ചോണ്ട് പോകുന്നത്. ചില മൂത്ത സാധനമൊക്കെ എൻ്റെ കൂടെ നിന്നാലേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ചില മൂത്ത സാധനത്തിനെ വിളിച്ചോണ്ട് ഇറങ്ങി പോരുക. എവിടെ പുള്ളിയോട് പറയും ആന്നേ എന്ന് പറയും. വിളിച്ചോണ്ട് ഇറങ്ങിപ്പോരുന്ന 2 പേരേ ഉള്ളൂ. അത് ചില മുറ്റുതാരങ്ങൾ അവരെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാരണം 2 തല്ല് വന്നാലും തടുക്കാൻ ആള് വേണം. അപ്പൊ അതിന് പറ്റിയ സാധനത്തിലേക്ക് ആയിട്ട് നമ്മൾ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അത്രമാത്രം ഹൃദയത്തിലേക്ക് ആവാഹിച്ചെങ്കിൽ മാത്രമേ ആ അവസാന നിമിഷവും ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തെ ജപിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂ. നമുക്ക് എത്ര പേർക്ക് കഴിയും? ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ നാരായണ എന്ന് വിളിച്ചു പോവാൻ. അപ്പൊ അതുകൊണ്ട് ജഡഭരതൻ ആ മാനിനെ കണ്ടുകൊണ്ട് അങ്ങനെ പോയതുകൊണ്ട് മാനായിട്ട് മാറി. ആ മാനായിട്ട് ജനിച്ചപ്പോഴും പൂർവ്വജന്മം ഓർമ്മ വന്നു എന്നാ. സംഘമുണ്ടായത് കൊണ്ടാണ് തനിക്ക് ഇത്തരത്തിൽ മാനായി ജനിക്കേണ്ടി വന്നതെന്ന ബോധമുണ്ടായി. സംഘമാണ് കുഴപ്പം. എന്തുമാത്രം സംഘങ്ങളാ ഉള്ളതല്ലേ? അത് മുഴുവൻ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. എങ്ങനെയുള്ള സംഘം? ദുർജന സംസർഗം. ഏതൊന്നിനോടാണോ ഇഴുകിച്ചേർന്ന് പോണത് അതുമായിട്ടുള്ള സംഘം എന്ത് ചെയ്യും? നമ്മെ ദുഷിപ്പിക്കും. ഉദാഹരണം, രാവിലെ ഇവിടെ നിർമാല്യം തൊഴാൻ വരുന്നത് 2 പേരൊന്നിച്ചാ വരുന്നതെങ്കിൽ ഭഗവാന്റെ കാര്യം വല്ലതും പറഞ്ഞു വരുമോ? ഒരക്ഷരം ഭഗവാനെ കുറിച്ച് പറയൂല. ശ്രീകോവിലിന്റെ മുമ്പിൽ വന്നു നിന്നാവല്ലോ ഭഗവാനെ കുറിച്ച് പറയുമോ? കണ്ണടച്ചിങ്ങനെ എന്റെ ഭഗവാനേ എന്നൊരു വിളി വിളിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാ ശാരദയോ എപ്പോഴാ വന്നേ? നീ അഥവാ കണ്ടില്ലേ പുറത്തൊരു മാന്ത് ശാരദ തോണ്ടി വിളിക്കും ഇല്ലേ? എന്നിട്ട് നമ്മളോട് വർത്താനം പറയാൻ. അപ്പൊ പിന്നെ ഇവിടെ ഈശ്വരനെ നമുക്ക് സ്മരിക്കാൻ നേരം കിട്ടണേ.
അപ്പൊ സംഘം ഉണ്ടാവുന്നെങ്കിൽ അത് സത്സംഗമാവണം ഉണ്ടാവേണ്ടത്. സംസർഗം ഉണ്ടാവുന്നത് സജ്ജനങ്ങളുമായിട്ടായിരിക്കണം. ആ സജ്ജന സംസർഗമല്ല ഉണ്ടാവുന്നത് എങ്കിൽ ഈ ജന്മം ദുരിതപൂർണമായിട്ട് തീരും. എന്തിനാ സത്സംഗം ഉണ്ടാവണത്? മുക്ത അവസ്ഥയിലേക്ക് എത്താൻ. സത്സംഗത്തിൽ കൂടി മാത്രമേ മോക്ഷം ഉണ്ടാവുന്ന. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. ആ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സത്സംഗമാണ് അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ ചെയ്യണത് അതാ. ഇടയ്ക്ക് കുടുംബക്കാരെയൊക്കെ പറയുമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിധി വരെ സത്സംഗം. ആ സത്സംഗത്തിൽ കൂടി ഈശ്വരനെ കുറിച്ച് കേട്ട് 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 മനസ്സിലെ മാലിന്യം മുഴുവൻ ഒഴുകി പോണം. അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകളൊക്കെ അങ്ങനെ കഴുകിക്കളയണം നാമജപത്തിൽ കൂടി. അഴുക്ക് കളയാൻ ഏറ്റവും ബെസ്റ്റ് ഉപാധി നാമജപം. എത്രമാത്രം നാമം ജപിക്കാമോ അത്രമാത്രം നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ എത്രമാത്രം ഉച്ചത്തിൽ ജപിക്കാമോ അത്രമാത്രം ഉച്ചത്തിൽ നാമം ജപിക്കുക. നാണം കൂടാതെ നാമം ജപിക്കാൻ കഴിയണം. പണ്ടൊരു മഹാത്മാവ് പറഞ്ഞു, നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ. ഊർധ്വം വലിച്ചു കിടക്കുമ്പോഴും നാരായണാന്ന് നീട്ടി വിളിക്കാൻ നാവ് കുഴയരുത്. ഇപ്പൊ ഭരതന് ഇവിടുത്തെ ഒരു മാനായിട്ട് പറഞ്ഞപ്പോ പൂർവ്വജന്മം ഓർമ്മ വന്നതുകൊണ്ട് മാൻകൂട്ടത്തിലൊന്നും പെടാതെ ഭരദ്വാജമുനി ആശ്രമത്തിൽ അവിടെ ചെന്ന് അവിടെ കൂടിയിട്ടോ അവിടുത്തെ സംസ്കാരവുമായിട്ട് ഇടചേർന്ന് ജീവിച്ചു. അതുകൊണ്ട് മാനിന്റെ സംസ്കാരം മാറിക്കിട്ടി. അങ്ങനെ വന്ന് അവസാനം എന്തായി? ആ ജന്മവും പോയി കഴിഞ്ഞപ്പോ പിന്നെ കിട്ടിയത് ശ്രേഷ്ഠമായ വേറൊരു മനുഷ്യജന്മമാണ്. പക്ഷെ ആ മനുഷ്യജന്മം കിട്ടിയപ്പോഴോ അവിടെയും അദ്ദേഹം തീരുമാനിച്ചു സംഘമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആരോടും ഒരു അക്ഷരവും പറഞ്ഞില്ല, ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ഒന്നും ഗായത്രിയൊക്കെ പഠിപ്പിച്ചു നോക്കി, അതൊക്കെ പഠിച്ചോ പഠിച്ചില്ലയോ ഒന്നും അറിയില്ല. ആർക്കും യാതൊരുവിധ ശല്യവും ഇല്ലാതെ, ആരോടും യാതൊരുവിധ സംഘവും ഇല്ലാതെ ജീവിക്കാൻ. കൊണ്ട് സഹോദരന്മാരൊക്കെ വിചാരിച്ചു ഇവൻ ജളനാണ്, ബധിരനാണ്, മൂകനാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? കൃഷി നോക്കാൻ ഒരാളില്ലാതിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് കൃഷി നോക്കാനായിട്ട് എത്തി. അദ്ദേഹം അവിടെ ചെന്നപ്പോ എന്ത് പറ്റി? വേറെ മൃഗങ്ങളെ കൊണ്ടുള്ള ഒരാക്രമണവും ഉണ്ടായില്ല കൃഷിയിടങ്ങളിൽ. കാരണം ബ്രഹ്മ തേജസ് ഉള്ളവിടത്ത് മറ്റൊരു തരത്തിലുള്ള തേജസ്സും വരില്ല. ഈശ്വര ചൈതന്യം എവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടെ ഒരിക്കലും ആസുരീഭാവങ്ങൾ വരില്ല. ആസുരീഭാവം എവിടെ നിലനിൽക്കുന്നുണ്ടോ അവിടെ ഈശ്വരനും അത്ര പെട്ടെന്ന് വരില്ല. പിടി കിട്ടുന്നുണ്ടോ? അപ്പോ അതുകൊണ്ട് ആ ഈശ്വരീയമായ സങ്കല്പത്തെ ഉള്ളിലുറക്കുമ്പോൾ എന്ത് ചെയ്യും? ആസുരീ ഭാവങ്ങൾ അകന്നുപോകും. അതുകൊണ്ട് ജഡഭരതനെ അവിടെ ഇരുത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ശൂദ്രൻ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അധസ്കൃതൻ എന്നൊരർത്ഥം ഇല്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമില്ലാത്തവൻ എന്നർത്ഥം. ആ ജ്ഞാനമില്ലാത്ത, വേണ്ടതായ അറിവ് നേടാത്ത ഒരുവനെ വിളിക്കുന്ന പേരാണെന്ത്? ശൂദ്രൻ. അത് വർണ്ണങ്ങളിലൊന്ന്, ജാതിയല്ല. നമ്മളതിനെ ജാതിയായിട്ട് എടുത്തു. അതാ നമുക്ക് പറ്റിയ കുഴപ്പം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നതിനെ ജാതിയായിട്ട് എടുത്തപ്പോ പ്രശ്നമായി. അതൊരു മനുഷ്യനിൽ തന്നെയുള്ള 4 വർണ്ണങ്ങളാണ്. കർമ്മമാണ് വർണ്ണത്തിന് ആധാരമാവുന്നത്. ബ്രഹ്മജ്ഞാനം നേടിയാൽ അവൻ ബ്രാഹ്മണനായി, ഭരണകർത്താവായിട്ട് മാറിയാൽ അവൻ ക്ഷത്രിയനായി, വാണിജ്യം ചെയ്താൽ അവൻ വൈശ്യനായി, ദാസ്യവേല ചെയ്താൽ അവൻ ശൂദ്രനായി. അല്ലാതെ അത് ജാതിയല്ല. അത് പിന്നീട് ജാതിയായിട്ട് മാറ്റിയെടുത്തതാണ്. അപ്പോ ആ വർണ്ണത്തിൽപ്പെട്ട ശൂദ്രൻ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ജ്ഞാനമില്ലാത്തവൻ എന്നൊരർത്ഥമുണ്ട്.
ആത്മജ്ഞാനം ലഭിക്കാത്തവൻ. അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും ചെയ്യണത് അധമമായ കർമ്മങ്ങളായിരിക്കും എന്നാ പറയുക. ജ്ഞാനമില്ലാത്തവൻ ചെയ്യണ കർമ്മമൊക്കെ അധമമായിട്ട് ചിലപ്പോൾ മാറും. അങ്ങനെ അദ്ദേഹം ചെയ്തു, സന്തതി ഉണ്ടാവാനായിട്ട് ഭദ്രകാളിക്ക് നരബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പുള്ളിക്കാരിക്ക് ചോര ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില, അല്ലേ? നമ്മളെ പോലെ അല്ല. അതുകൊണ്ട് നരബലി കൊടുക്കാൻ തീരുമാനിച്ചു. ആ നരബലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആളിനെ വിട്ടപ്പോൾ തപ്പി കിട്ടിയത് ഇദ്ദേഹത്തെയാ. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ആരെവിടോട്ട് വിളിച്ചാലും അങ്ങ് പോകും. എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും അന്വേഷിക്കാറില്ല. ആരെങ്കിലും വല്ലതും കൊടുത്താൽ അത് വാങ്ങും, വേണ്ടെന്ന് പറയില്ല. പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവവും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ച് വല്ല വൃത്തിയാക്കി ചെമ്പട്ടുമൊക്കെ ഉടുപ്പിച്ച് ഭദ്രകാളിയുടെ ബലിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ശൂദ്രൻ തലവെട്ടാനായിട്ട് ഒരുങ്ങിയതും ഭദ്രകാളിക്ക് ബ്രഹ്മതേജസ് കൊണ്ട് ചൂടുപിടിച്ചു എന്നാണ്. ഭദ്രകാളി ചാടിപ്പുറപ്പെട്ട് ശൂദ്രന്റെ കയ്യിലിരുന്ന് വാള് മേടിച്ച് ശൂദ്രന്റെ തന്നെ തലയറുത്തു. എന്താ അതിനർത്ഥം? ശൂദ്രന്റെ തലയർത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അജ്ഞാനത്തെ ഇല്ലാതെയാക്കി. ബാക്കി എല്ലാവരും കൂടി രക്ഷപ്പെട്ടു. ഭരതൻ ഇത് കണ്ടിട്ടും യാതൊരുവിധ ഭയം ഉണ്ടായില്ല. അങ്ങനെ നിന്നു. അവിടുന്ന് വീണ്ടും പോയി. അങ്ങനെ ഇരിക്കുകയാണ്. രഘുഗണൻ എന്ന് പറയുന്ന രാജാവിന് പല്ലക്കെടുക്കാൻ ഒരാൾ കുറഞ്ഞു അത്രേ. ആലോചിച്ചോണേ, പല്ലക്കെടുക്കാൻ രാജാവിന് ആൾ കുറവേ. അതിന് ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പോയി. കൂടെ പോയി. പക്ഷെ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. വളരെ പതുക്കെ നടക്കും. ഒന്ന്. രണ്ടാമത് ചില പൊക്കം കൂടിയ തടിയൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്രയും പൊക്കം ഇല്ലാത്തതുകൊണ്ട് രഘുഗണൻ ഒരു ശക്കലം ചരിഞ്ഞാണ് ഈ പല്ലക്കിൽ ഇരിക്കുന്നത്. പിന്നെ ഈ ഭരതൻ ഒരു പാദം വെച്ചാൽ അടുത്ത പാദം വെക്കണമെങ്കിൽ ആ പാദം വെക്കാൻ പോകുന്നിടത്ത് ഒരു തരത്തിലുള്ള ജീവികളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കാല് വെക്കും. കാരണം തന്റെ കാൽപാദത്തിന് അടിയിൽപ്പെട്ട് ഒരു ജീവൻ പോലും ഇല്ലാതെ ആവരുതെന്നൊരാഗ്രഹമുണ്ട്. ഇനി അങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ജീവിയെ കാണുന്നെങ്കിൽ ഒറ്റച്ചാട്ടം വെച്ചു കൊടുക്കും. അങ്ങനെയാ യാത്ര. അതുകൊണ്ട് രഘുഗണന് യാത്ര അത്ര സുഖമില്ല. ഏതോ ഒരു പടത്തിനകത്ത് പപ്പു ഉണ്ടല്ലോ, ഇല്ലേ? വെള്ളം എന്ന് പറയുമ്പോൾ എന്നൊരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് എളുപ്പം ഓർമ്മ വരുത്തുള്ളൂ. അപ്പം പപ്പുവിനെ പോലെ അപ്പോ അതുകൊണ്ട് രഘുഗണന് അത്രയ്ക്ക് ഒരു സുഖമില്ല. യാത്ര ഒന്നും പതുക്കെയാണ് പോണത്. അദ്ദേഹം തന്റെ ഗുരുവായ കപിലവാസുദേവനെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ചോദിച്ചടാ മൂഢ, നിനക്ക് നല്ല തടിയും തന്റെയും ഒക്കെ ഉണ്ടല്ലോ, നീളമൊക്കെ ഉണ്ടല്ലോ, നിനക്ക് എന്താ ഒന്ന് വേഗത്തിൽ നടന്നാൽ എന്നെ ചുമക്കാൻ ഇത്ര പണി എന്താ? ഞാൻ നിന്റെ സ്വാമി അല്ലേ എന്ന് ചോദിച്ചു. ഇത്രയേ ചോദിച്ചുള്ളൂ. അന്ന് ആദ്യമായിട്ട് ഭരതൻ തിരിയുന്നു. എന്നിട്ട് രഘുഗണനോട് പറഞ്ഞു, ഞാൻ ആരെയും ചുമക്കുന്നുമില്ല, എനിക്കാരും സ്വാമിയില്ല. പറയാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? പല്ലക്ക് താത്തു വെക്കാൻ പറഞ്ഞു. താത്തു വെച്ചു. നേരെ സാഷ്ടാംഗ ഒരൊറ്റ നമസ്കാര. ആരെ? രഘുഗണൻ. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്റെ ഗുരുവായിരിക്കുന്ന കപിലവാസുദേവനെ കാണാൻ പോകണം. ഞാൻ എന്റെ ഗുരു നേരിട്ട് വന്ന് മുമ്പിൽ നിൽക്കുകയാണോ തന്നെ അനുഗ്രഹിക്കാൻ എന്ന് ശങ്കിച്ചു പോയി രഘുഗണൻ. എന്നിട്ട് രണ്ടുപേരും കൂടെ കുറെ നേരം വേദാന്തങ്ങളൊക്കെ പറഞ്ഞ് ജ്ഞാനത്തെ പകർന്നു കൊടുത്ത് രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നാണ് കഥ. എന്താ ഇവിടെ പറഞ്ഞ? ഞാൻ ആരെയും ചുമക്കണില്ല, എനിക്കാരും സ്വാമിയില്ല. എന്താ അതിന്റെ പൊരുള്? ചുമക്കണത് ആരാ? ഞാനാണോ? ഞാനല്ല ചുമക്കണത്, എന്റെ ശരീരമാണ് ചുമക്കണത്, അല്ലേ? ശരീരത്തിനല്ലേ ഭാരം? എനിക്ക് വല്ല ഭാരമുണ്ടോ? ഞാനെന്ന സ്വരൂപം ഈ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്നുകൊണ്ട് പ്രകാശം ചൊരിയുന്നു എന്നല്ലാതെ ഞാൻ വല്ലതും ചുമക്കണുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ ആരേ ചുമക്കുന്നുള്ളൂ? ഞാനെന്ന് നിനക്കുന്ന ശരീരമാ ഭാരം ചുമക്കണത്. ഓ, നീ അങ്ങനെയുണ്ടോ സ്വാമി? അപ്പൊ ശരീരം ഞാനല്ലേ? അല്ലെന്നേ. അതെങ്ങനെയാ അറിയുന്നേ? തലവേദന വരാറുണ്ടോ? ഉണ്ടോ? ഇപ്പൊ എന്നെ കൊണ്ടുള്ളതല്ല, അല്ലാതെ ഇടയ്ക്ക് തലവേദന വരാറില്ലേ? ഉണ്ടോ? തലവേദന വരുമ്പോ എന്താ പറയാ? തലവേദനിക്കുന്നു. ആരുടെ തലയ്ക്ക് വേദനിക്കുന്നു പറഞ്ഞു? എന്റെ തലയ്ക്ക് വേദനയെന്നാ പറഞ്ഞല്ലേ? ഇന്ന് ഒരാളും പറഞ്ഞു, ഓ ഞാൻ ഭയങ്കര തലവേദന.
ഉണ്ടോ? ഇല്ല. കൈയൊന്ന് മുറിഞ്ഞാൽ ആരുടെ കയ്യാ മുറിഞ്ഞേ? എന്റെ കയ്യാ മുറിഞ്ഞ. അല്ല, ഞാൻ കൈ മുറിഞ്ഞു എന്ന് പറയുമോ? ഇല്ല. അപ്പൊ ഞാൻ ഈ കൈ ആണോ? മനസ്സിലായില്ല. ഞാൻ ഈ കൈയല്ല, കൈ എന്റേതാ. ഞാൻ തലയല്ല, എന്റെ തലയാ, എന്റെ കാല്, എന്റെ ശരീരമാ. എപ്പോഴാ ഇത് എന്റേതായത്? ഞാനെന്ന സ്വരൂപം ഒരു മാധ്യമത്തെ സ്വീകരിച്ചപ്പോ അത് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതെ ഞാനാണെന്ന് തോന്നി തുടങ്ങിയത്. ഇതെല്ലാം അത് എന്റേതാണെന്ന് ബോധമുണ്ടായി. എന്റേതാണെങ്കിൽ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണ്ടേ? വേണ്ടിയോ? ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന പുസ്തകം അല്ലേ, ഇതാരുടെ പുസ്തകം? എന്റെ പുസ്തകം. ഞാൻ പോകുമ്പോ എന്ത് ചെയ്യും? എന്റെ പുസ്തകം ഞാൻ കൊണ്ടുപോകും, ഇല്ലേ? പക്ഷെ ഞാൻ പോകുമ്പോ ഇതിവിടെ ഇട്ടേച്ചാ പോന്നേ, അല്ലേ? ഞാൻ ഉണ്ടാക്കി വലിയ 40 കോടി മുടക്കി വെച്ച ബംഗ്ലാവ് ഇവിടെ ഇട്ടേച്ചാ പോണേ. 3 ഏക്കർ അതും ഇവിടെ ഇട്ടേച്ചാ പോണേ. അപ്പൊ ഇതുവല്ലോ എന്റേതാണോ? അപ്പൊ ഇതൊന്നും എന്റേതല്ല. എന്റേതാണെങ്കിൽ ഞാൻ കൊണ്ടുപോകണം. പക്ഷെ എനിക്കൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, കാരണം ഇതൊന്നും എന്റേതല്ല. നമ്മളൊക്കെ സെക്യൂരിറ്റി ഗാർഡാ, മാസം തോറും ശമ്പളം മേടിക്കുക. എന്തിന്? ഇതൊക്കെ സംരക്ഷിക്കണതിന്. എന്നിട്ടോ റിട്ടയർമെന്റ് ആകുമ്പോൾ മുതലാളി ഏൽപ്പിച്ചു തിരിച്ചു പോവുക. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ ആ മുതലാളി എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിപ്പോയി. അവിടെ പറ്റിയ കുഴപ്പം. സെക്യൂരിറ്റി ആണെന്നുള്ള കാര്യം അങ്ങ് മറന്നിട്ട് ഞാൻ മുതലാളിയാണ് ധരിക്കാൻ തുടങ്ങി. അവിടെ ആ പ്രശ്നമുണ്ടായത്. അപ്പൊ ആദ്യം എന്ത് വിചാരിക്കണം? ഇതൊന്നും ഞാനല്ല മുതലാളി, ഞാൻ വെറും കാര്യസ്ഥനാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡാണ്. റിട്ടയർമെന്റ് ആവുമ്പോ ഇതൊക്കെ മുതലാളി ഏൽപ്പിച്ചു വെച്ച് തിരിച്ചു പോകണം. നീ എത്ര കോടി ഉള്ളവനും എത്ര കോടി ഇല്ലാത്തവനും 2 കോടി ഉറപ്പാ. കേരള ലോട്ടറിയുടെ ആണോ? അല്ല, ഒന്ന് സമുദായത്തിന്റെ ഒന്ന് വീട്ടുകാരുടെ, അങ്ങനെ 2 എണ്ണം കിട്ടിയാല് അതും തന്നു വിടുവോ? ഇല്ല. കത്തിക്കുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റും, ഇല്ലേ? പിന്നെ എന്തിനു അവകാശമുള്ളത് നമുക്ക്? എന്തിനെങ്കിലും അവകാശമുണ്ടോ? ഒന്നിനും ഒരു അവകാശമില്ല. പക്ഷെ എല്ലാം എഴുതി വെക്കുന്ന ആരുടെ അവകാശമാണെന്നാ? പണ്ടൊരു അപ്പച്ചൻ ആധാരം എഴുതിയ പോലെ തെക്കേ സൈഡിലെ 10 സെന്റ് മൂത്ത മോന്, പടിഞ്ഞാറേ സൈഡിലെ 10 സെന്റ് രണ്ടാമത്തെ മോന്, വടക്കേ സൈഡിലെ 10 സെന്റ് മൂന്നാമത്തെ മോന്, കിഴക്കേ സൈഡിലെ 10 സെന്റും വീടും, അതായത് നടുക്കിക്കുന്ന വീടും പറമ്പും 4ാമത്തെ മോക്ക്. അവരുടെ കാലശേഷം എനിക്ക്. എന്താ കാരണം? അവര് പോയി കഴിഞ്ഞാലും നമ്മളിവിടെ എന്നൊക്കെയാ ധാരണ, അല്ലേ? ഒന്നും വേണ്ട. ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നമ്മളെന്താ പറയുക? ഇന്നലെ രാവിലെ അല്ലേ 9 മണിയായപ്പോൾ കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ട് ഒരു 9:30 ആയപ്പോൾ രാഘവനും ശാരദയും കൂടെ എന്നെ വിളിച്ചു പറഞ്ഞ് ഗോപി പോയെന്ന്. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളെന്ന് എപ്പോഴാന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പിടിക്കുന്നത് എങ്ങനെയാ? എന്നേക്കാ മൂത്ത ആരോടെ ഇടാന്ന് ചോദിച്ചാ, അല്ലേ? ഗുരുവായൂർ കേശവൻ ഞെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇറങ്ങി വരുന്ന പോലെ ഇന്നത്തെ വരവ്. ആണോ അല്ലയോ? മുമ്പേ പറഞ്ഞ എന്തോ മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ചിറങ്ങി വരുന്ന മസിലും പെരുപ്പിച്ച ഞാൻ ആരാന്ന് അറിയാമോടാ? ഞാൻ പറയണ്ട, ആരെങ്കിലും ഞാൻ ആരാന്ന് അറിയാമോടാന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയണം, നീ സ്വയം ചോദിക്കണം. അത് നാട്ടുകാരോടല്ല ചോദിക്കേണ്ടത്. ഞാൻ ആരാന്ന് അവനോട് തന്നെ ചോദിക്കണം. ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ ആരാ എന്നും പറഞ്ഞ് ഇന്ന് പോയി കിടന്നു രാത്രി ഒച്ചയ്ക്ക് ചോദിക്കരുത് ഞാൻ ആരാന്ന്. അവർ വല്ലിടവും കൊണ്ടാക്കും. എന്താണെന്ന് അറിയത്തില്ല. അവൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉച്ചക്കത്തെ പ്രഭാഷണവും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അന്നേരം തുടങ്ങിയതാ ഞാൻ ആരാന്ന്. പണ്ട് പപ്പുവിനോട് ചോദിച്ചില്ലേ, പപ്പു പറഞ്ഞില്ലയോ നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം നീ ആരാന്നും ഞാൻ ആരാ. പപ്പു പറഞ്ഞുകൊണ്ട് നമുക്ക് തമാശയായിട്ട് തോന്നി.
നല്ലൊരു വേദാന്ത തത്വം അത്. നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും. എന്നോടെന്ന് പറഞ്ഞതാ, ഞാൻ ആരാന്ന് തിരിച്ചറിവുള്ള ഒരുവനോട് നീ ചോദിക്കുമ്പോ ചുമ്മാ വെറുതെ നമ്മൾ കേട്ട് ചിരിച്ചു പോയാൽ പോരാ ഡയലോഗ്. നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ നീ ആരോട് ചോദിക്കണം? എന്നോട്. അപ്പൊ ഞാൻ ആരായി? എന്നോട് ചോദിക്കണമെങ്കിൽ അറിവുള്ളവനല്ലേ ഞാൻ നിന്നേക്കാൾ? മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ അതിന് അർത്ഥം എന്തുവാ? നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളാണ് ഞാനെന്ന ധാരണയാ അല്ലേ? ആണല്ലോ. അപ്പൊ നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാന്ന്. അപ്പൊ നിനക്കറിയത്തില്ല നീ ആരാന്ന് നിനക്കറിയാൻ വയ്യാത്തതുകൊണ്ട് നീ എന്നോട് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം നീ ആരാന്നും ഞാൻ ആരാന്നും. അപ്പൊ നീയും ഞാനും രണ്ടും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക് നിന്നെ എത്തിക്കാൻ കഴിവുള്ളവനാണ് ആര്? നമുക്ക് പപ്പ പറഞ്ഞുകൊണ്ട് തമാശയായിട്ട് തോന്നി വിട്ടുകളഞ്ഞു ആ ഭാഗം. നമ്മളങ്ങനെയാ, നല്ല കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല, തമാശയായിട്ട് കളയും. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം നിങ്ങളും എന്തോ ചെയ്യും? കേട്ട് കളയും. കഴിയുമ്പോ ഒന്നുമില്ല. എന്തുവായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു സപ്താഹം? ദിവസവും പായസം കൂട്ടിയായിരുന്നു, അടിപൊളി സപ്താഹമായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഞാനല്ല ചുമക്കണത്. ബിക്ഷോപ്പർ കൊണ്ട് മുഖം മറച്ചേ ചന്നി, അവൻ നോക്കിയാലും എന്നെ കാണരുത്. ഇതല്ല. എന്നിട്ടാ ചെവി കടിച്ചു പറിക്കുന്നേ. ഒന്ന് ആലോചിച്ചോണേ. എന്റെയാണെ കണ്ണ് വേണ്ടാത്തതൊക്കെ പോവുകയും ചെയ്യും, ഇങ്ങനെയുള്ളതൊക്കെ പോകും. അതാ വേറൊരു കുഴപ്പം. അപ്പൊ ചുമക്കണത് ഞാനല്ല, എന്റെ ശരീരമാണ്. അതുകൊണ്ട് എനിക്കതൊരു ഭാരമല്ല. പിന്നെയോ, എനിക്ക് സ്വാമി ആരുമില്ല. എന്താ കാരണം? ഞാൻ തന്നെ സ്വാമി. ഈ പ്രപഞ്ചത്തിലേ ഇരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് എനിക്കിനി പ്രത്യേകിച്ച് വേറൊരു സ്വാമിയൊന്നും ഇല്ല. കാരണം ഞാൻ തന്നെയാണ് സർവ്വചരാചരങ്ങളിലും ഞാനെന്ന സ്വരൂപത്തോട് ബോധത്തോടു കൂടി നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനെന്ന സ്വരൂപത്തിന് അവിടെ വേറെ സ്വാമി ഇല്ല. കേട്ടപ്പോഴാണ് യഹൂദന് മനസ്സിലായത് സാധാരണക്കാരനല്ല. അതുകൊണ്ട് ആ വേഗം പല്ലക്ക് താത്തു വയ്ക്കാൻ പറയണത്. തെറ്റുപറ്റിപ്പോയി താൻ ആരെ കൊണ്ടാ പല്ലക്ക് ചുവപ്പിച്ചത്? പരമജ്ഞാനിയായിരിക്കുന്ന ഒരുവനെ കൊണ്ടാണല്ലോ എന്നുള്ള ബോധം. തെറ്റുപറ്റിയാൽ എന്ത് വേണം? ക്ഷമ ചോദിക്കണം. നമ്മൾ ചോദിക്കുവോ? ഇപ്പൊ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് ഇപ്പൊ അവരോട് പോയി ക്ഷമ ചോദിക്കേണ്ട കാര്യം എന്തുവാ? അതിന് തക്കതായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞ് നമ്മളങ്ങ് മാറിയിരിക്കും. നിസ്സാരമായ തെറ്റാണെങ്കിൽ പോലും തെറ്റുപറ്റിയെന്ന് ബോധ്യം വന്നാൽ അവന്റെ മുൻപിൽ അല്ലെ അവളുടെ മുമ്പിൽ പോയി ക്ഷമ ചോദിക്കണം. അത് ഔന്നത്യത്തിലേക്ക് എത്തിക്കത്തേയുള്ളൂ, ഒരിക്കലും അധോഗതിയിലേക്ക് കൊണ്ടുപോയില്ല. അഹങ്കാരം ശമിക്കും ഒരാളോട് ക്ഷമ ചോദിക്കുമ്പോൾ. ഞാനെന്ന അഹംബോധം അത് നശിക്കും. അത് നശിക്കുമ്പോഴാണ് ഒരാളെ കണ്ടാൽ കൈയെടുത്ത് കുമ്പിടണമെന്നും ഒന്ന് ചിരിക്കണമെന്നും ഒരുവന്റെ മുൻപിൽ നമസ്കരിക്കണമെന്നും ഒക്കെ തോന്നണത് അപ്പോഴാ. നമ്മൾ ആരുടെയും മുമ്പിൽ നമസ്കരിക്കുവോ? നാണക്കേടാ. എന്താ കാരണം? സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് പറ്റുമെങ്കിൽ 4 ഈത്തെ വിളിച്ച് കാലുമടക്കി ഒരു അടിയും കൊടുത്ത് പറഞ്ഞു വിടണം. ലജ്ജ കൂടാതെ വീണു നമിക്കണം. എപ്പോഴാ വീണ് നമിക്കാൻ പറ്റണത്? അഹങ്കാരം ശമിക്കും. നമ്മൾ എന്തെല്ലാം പഠിക്കണില്ലേ? ഭാഗവതം പഠിക്കും ഇല്ലേ, നാരായണീയം പഠിക്കും ഇല്ലേ, ഗീതയെ പഠിക്കും. പക്ഷെ നമ്മളെ ഇതുവരെ ബാക്കിയൊക്കെ പഠിച്ചു, പക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ചില്ല. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ എന്താ പറ്റിയ കുഴപ്പം? ഞാൻ വല്ലാണ്ട് അങ്ങ് പൊങ്ങി. എന്താ? എനിക്ക് ഭഗവത്ഗീത അറിയാം, രാമായണം അറിയാം, നാരായണീയം അറിയാം, ഭാഗവതം അറിയാം. ഇപ്പം ഉപനിഷത്തും വേദാന്തവും കൂടെ പഠിക്കാനായിട്ട് ഞാന്
തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പഠിച്ചത്? ഞാനെന്ന അഹംബോധം ഇല്ലാതെ അഹങ്കാരം നശിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ജ്ഞാനം ഉണ്ടാവും തോറും എന്തുണ്ടാവണം? വിനയം ഉണ്ടാവണം. പക്ഷെ നമ്മുടെ എന്തോ ചെയ്യുവാ? തലയങ്ങ് പൊങ്ങി 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 പോവാ അല്ലേ? അപ്പൊ പിന്നെ ഇത് വല്ലതും പഠിച്ചത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? പിന്നെ ഞങ്ങളാ മനസ്സിലാവണുണ്ടോ പറയണേ? ഓരോ അറിവുകൾ നേടിയെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഞാനെന്ന അഹങ്കാരത്തെ താത്ത് കൊണ്ടുവരണം. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല ഉള്ളില്. ഓരോന്നും പഠിച്ചു വരുമ്പം ഏതൊരു വിധത്തിലാണോ കായ്ഫലം കൂടുതലുള്ള ഒരു കൊമ്പ് ഭൂമിയിലേക്ക് താഴണത്, അതേപോലെ ഓരോ അറിവ് നേടിയെടുക്കുമ്പോഴും നമ്മുടെ തല എങ്ങനെ വേണം? താഴേക്ക് കുനിയണം. ജ്ഞാനി ഒരിക്കലും തർക്കിക്കാൻ പോവില്ല. അറിവുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? മറ്റൊരാളോട് തർക്കിക്കാൻ പോവില്ല. അതുകൊണ്ട് ആ മൗനം വിദ്വാന്. നമ്മളാണെങ്കിലോ ഇച്ചിരി അവിടവും പഠിക്കും, ഇച്ചിരി ഇവിടവും പഠിക്കും. എന്നിട്ട് അത് അങ്ങനല്ല എന്തോ ആന്ന് വിചാരിച്ചാ നിങ്ങൾ ഈ പറയുന്നത്. ഞാനിപ്പോ പഠിച്ച പോലൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്റെ നാരായണ. പിന്നെ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ പിന്നെ സർവജ്ഞപീഠം കയറിയത് പിന്നെ ആരേ ഉള്ളൂ? നമ്മളെ ഉള്ളൂ. ശങ്കരാചാര്യ ഇപ്പൊ താഴെയാണ്, എന്നേക്കാ താഴെയാ ശങ്കരാചാര്യർ. അതുകൊണ്ട് അവിടെ ഞാനെന്ന അഹംബോധം രഘുഗണൻ അപ്പ ശമിച്ചു. താൻ രാജാവാണെന്നുള്ള അഹംബോധം ശമിച്ചു. നമ്മുടെയും അഹങ്കാരം ഇതുപോലെ ശമിക്കണം. മഹാത്മാക്കളെ കണ്ടാല് അവരുടെ മുൻപിൽ നമിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഇനിയും പറയാനുള്ളത് ജഡഭരതനാണ്. 12 മണിയായി. 12 മണിക്ക് ഉണ്ണാൻ ഇവിടെ ഇട്ടേക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. 1 മണിക്ക് വണ്ടി വരും. രാജീവേ 1 മണിക്ക് വണ്ടി വരും, അവരെ വിടണം എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഭദ്രകാളിയെ നമുക്ക് രാത്രി നോക്കാം. പോരെ? മതി, രക്ഷപ്പെട്ടല്ലേ. എന്തെങ്കിലും നേരത്തിന് പറഞ്ഞ സമയത്ത് വിട്ടല്ലോ അല്ലേ? രാജീവേ വഴി പോയോ? അനുസരണക്കുറവൊന്നും അത്ര വലുതായിട്ടില്ല. പോയി കിടന്നു. അപ്പോ വീടേണ്ട